നമസ്കാരം ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ യൂറിനറി സിസ്റ്റം എന്ന ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ പാർട്ട് 1 ആയിരുന്നു. ഇന്ന് പാർട്ട് 2. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് അഡ്മിഷൻ അസസ്മെന്റ് ഓഫ് എ ചൈൽഡ് which finding noted by nurse would anticipate the probable diagnosis of glomerulonephritis? Option A, proteinuria. Option B, decreased pH and specific gravity of urine. Option C, brown cola colored urine. Option D, low bun level. Right answer is option C, brown cola colored urine. ഡാർക്ക് സ്മോക്കി കോള കളേർഡ് യൂറിൻ അഥവാ റെഡ് ബ്രൗൺ കളേർഡ് യൂറിൻ എന്നത് ഗ്ലോമറുലോനെഫ്രൈറ്റിസിന്റെ ഒരു ക്ലാസിക് സിംറ്റം ആണ്. ഇത് ഹെമച്യൂറിയ കാരണമാണ് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, പ്രീ റീനൽ ഫെയിലിയർ ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻ എ ഹാർട്ട് ഫെയിലിയർ, ഓപ്ഷൻ ബി നെഫ്രോലിത്തിയാസിസ്, ഓപ്ഷൻ സി ടോക്സിക് നെഫ്രോപ്പതി, ഓപ്ഷൻ ഡി ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. Right answer is option A, heart failure. Pre-renal failure വരുന്ന കാരണങ്ങളാണ് ഹൈപ്പോവോളീമിയ, ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, റീനൽ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ത്രോംബോസിസ്, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയുന്ന കണ്ടീഷൻസ് ആയ സെപ്റ്റിക് ഷോക്ക്, അനാഫൈലാക്സിസ്, ന്യൂറോളജിക് ഇഞ്ചറി എന്നിവ. ഹാർട്ട് ഫെയിലിയർ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നതിന് കാരണമാകുന്നു. അതിനാൽ ഇതൊരു പ്രീ റീനൽ കോസ് ആണ്. Symptoms of nephrotic syndrome except option A, edema, option B, hyperbilirubinemia, option C, proteinuria, option D, oliguria. Right answer is option B, hyperbilirubinemia. ഗ്ലോമറുലർ കാപ്പിലറീസിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലം പ്രോട്ടീൻ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനാൽ ശരീരത്തിൽ ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീൻസ് യൂറിനിലൂടെ കൂടുതലായി നഷ്ടപ്പെടുമ്പോൾ പ്രോട്ടീൻയൂറിയ, എഡിമ, ഒലിഗ്യൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, ഹൈപ്പർ ലിപ്പിഡീമിയ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഹൈപ്പർ ബിലിറൂബിനീമിയ നെഫ്രോട്ടിക് സിൻഡ്രോമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയല്ല. അടുത്ത ചോദ്യം, commonest causative organism for urinary tract infection is option A, Proteus, option B, Streptococci, option C, Escherichia coli, option D, Pseudomonas. Right answer is option C, Escherichia coli or E. coli. 80 മുതൽ 86% വരെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കാരണമാകുന്നത് ഈ കോളൈ ആണ്. അടുത്ത ചോദ്യം, പാസിംഗ് ബ്ലഡ് ഇൻ ദ യൂറിൻ ഈസ് കോൾഡ് ഓപ്ഷൻ എ ഹെമച്യൂറിയ, ഓപ്ഷൻ ബി പ്രോട്ടീൻയൂറിയ, ഓപ്ഷൻ സി യുറീമിയ, ഓപ്ഷൻ ഡി പോളിയൂറിയ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹെമച്യൂറിയ. യൂറിനിൽ പ്രോട്ടീൻ കാണപ്പെടുന്നതാണ് പ്രോട്ടീൻയൂറിയ എന്ന് പറയുന്നത്. അതേസമയം യുറീമിയ എന്നാൽ ബ്ലഡിൽ യൂറിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ്. യൂറിൻ ഔട്ട്പുട്ട് 24 മണിക്കൂറിൽ 2.5 മുതൽ 3 ലിറ്ററിൽ കൂടുന്നതിനെയാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, exact location of kidneys in the body is option A, 12th thoracic to 5th lumbar vertebra, option B, 12th thoracic to 3rd lumbar vertebra, option C, 3rd thoracic to 10th thoracic vertebra, option D, 5th thoracic to 12th thoracic vertebra. Right answer is option B, 12th
thoracic to third lumbar vertebra. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറകുവശത്തായി അഥവാ റിട്രോപെരിറ്റോണിയൽ ആയിട്ടാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. ഇത് T12 to L3 അഥവാ 12th thoracic vertebraയുടെയും തേർഡ് ലംബാർ വെർട്ടിബ്രയുടെയും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ലിവർ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ റൈറ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നിയെക്കാളും കുറച്ച് താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ഈസ് ഓപ്ഷൻ എ 30 ml per hour, ഓപ്ഷൻ ബി 50 ml per hour, ഓപ്ഷൻ സി 100 ml per hour, ഓപ്ഷൻ ഡി 40 ml per hour. Right answer is option A 30 ml per hour. അടുത്ത ചോദ്യം, characteristic red bands that develop on the nail in patients with CRF. Option A Osler's lesion, option B Curly B line, option C Muircher's line, option D Genvi line. Right answer is option C Muircher's line. ഇത് നഖങ്ങളിൽ കാണപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള വരകളാണ്. ഈ വരകൾ നഖം വളരുന്നതിനനുസരിച്ച് വളരുകയില്ല. കാരണം ഇത് നെയിൽ പ്ലേറ്റിന്റെ അടിയിലുള്ള വസ്കുലാർ ബെഡിലാണ് ഉണ്ടാകുന്നത്. നഖത്തിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വരകൾ കാണാതാകുന്നു. ഓസ്ലേഴ്സ് ലീഷൻ എന്നത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ കൈപ്പത്തിയിലും കാൽപാദത്തിലും ഉണ്ടാകുന്ന ചുവന്ന നിറത്തിലുള്ള വേദനയോട് കൂടിയ ലീഷനാണ്. ഇന്റർസ്റ്റീഷ്യൽ പൾമനറി എഡിമയുള്ള പേഷ്യന്റിന്റെ ചെസ്റ്റ് എക്സ്റേയിൽ കാണുന്ന ലൈൻസ് ആണ് കേർലി ബി ലൈൻ എന്ന് പറയുന്നത്. ജെൻവിസ് ലീഷൻ എന്നത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിൽ കൈപ്പത്തിയിലും കാൽപാദത്തിലും ഉണ്ടാകുന്ന എരിത്തമാറ്റസ് ലീഷൻ ആണ്. അടുത്ത ചോദ്യം, the respiratory pattern that is noticed in patients with CRF. Option A kinestroke respiration, option B orthopnea, option C platypnea, option D Kussmaul's respiration. Right answer is option D Kussmaul's respiration. കുസ്മോൾസ് റെസ്പിറേഷൻ എന്നത് ഡീപ്പ് ആൻഡ് ലേബേർഡ് ബ്രീത്തിങ് ആണ്. മെറ്റബോളിക് അസിഡോസിസ് ആണ് ഇതിന്റെ പ്രധാന കാരണം. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യന്റിൽ അമോണിയയുടെ എക്സ്ക്രീഷനിൽ ഉണ്ടാകുന്ന തകരാറുകൾ, റീനൽ ട്യൂബ്യൂൾസിൽ ഉണ്ടാകുന്ന ബൈകാർബണേറ്റിന്റെ റീഅബ്സോർപ്ഷനിൽ ഉണ്ടാകുന്ന കുറവ്, ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്തുന്നതുമായ ആസിഡിന്റെ അളവിന് സമമായി ബൈകാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥ എന്നിവ മെറ്റബോളിക് അസിഡോസിസിന് കാരണമാകുന്നു. തന്മൂലം കുസ്മോൾസ് റെസ്പിറേഷൻ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, സ്പെസിഫിക് ട്യൂമർ മാർക്കർ ഫോർ CA പ്രോസ്റ്റേറ്റ്. ഓപ്ഷൻ എ PSA, ഓപ്ഷൻ ബി CEA, ഓപ്ഷൻ സി BRCA1, ഓപ്ഷൻ ഡി HER2. Right answer is option A PSA. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ അഥവാ PSA എന്ന പ്രോട്ടീൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മെയിൽസിന്റെ ബ്ലഡിലെ PSAയുടെ അളവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 4 നാനോഗ്രാം പെർ മില്ലിലിറ്ററിൽ കൂടുതലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. CEA അഥവാ കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ എന്നത് കോളൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ട്യൂമർ മാർക്കർ ആണ്. BRCA1 എന്നത് ഒരു ജീൻ ടെസ്റ്റ് ആണ്. BRCA1 എന്ന ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. HER2 അഥവാ ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ 2. ബ്രസ്റ്റ് ക്യാൻസറിൽ യൂഷ്വലി HER2 പ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കും. ഇത് ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം, വിൽസ് ട്യൂമർ ഈസ് അതർവൈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഒലിഗോഡെൻഡ്രോഗ്ലിയോമ, ഓപ്ഷൻ ബി എപ്പൻഡൈമോമ,
Option C, nephroblastoma. Option D, astrocytoma. Right answer is option C, nephroblastoma. വിൽംസ് ട്യൂമർ എന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു റീനൽ ക്യാൻസർ ആണ്. ഇത് നെഫ്രോബ്ലാസ്റ്റോമ എന്നും അറിയപ്പെടുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് വിൽംസ് ട്യൂമർ സാധാരണയായി കാണുന്നത്. വിൽംസ് ട്യൂമർ ഉള്ള കേസിൽ ഒരിക്കലും അബ്ഡോമൻ പാൽപേറ്റ് ചെയ്ത് നോക്കുവാൻ പാടില്ല. കാരണം ഇത് ട്യൂമർ മറ്റ് ഓർഗൻസിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അടുത്ത ചോദ്യം, undescended testis is otherwise called as option A, orchidopexy, option B, cryptorchidism, option C, orchitis, option D, testicular torsion. Right answer is option B, cryptorchidism. Bladder musculature helps to expand during urine filling. Option A, sartorius. Option B, stapedius. Option C, detrusor. Option D, soleus. Right answer is option C, detrusor. യൂറിനറി ബ്ലാഡറിന്റെ അകത്ത് ലൈൻ ചെയ്തിരിക്കുന്ന സ്മൂത്ത് മസിൽസ് ആണ് ഡെട്രൂസർ മസിൽ. ഇത് റിലാക്സ് ആയിരിക്കുമ്പോഴാണ് യൂറിനറി ബ്ലാഡറിൽ യൂറിൻ നിറയുന്നത്. യൂറിനേഷന്റെ സമയത്ത് ഡെട്രൂസർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ ഈസ് ടേംഡ് ആസ് ഓപ്ഷൻ എ, സെപ്സിസ്. ഓപ്ഷൻ ബി, യുറേത്രൈറ്റിസ്. ഓപ്ഷൻ സി, ബ്ലാഡർ സെപ്സിസ്. ഓപ്ഷൻ ഡി, സിസ്റ്റൈറ്റിസ്. Right answer is option D, cystitis. യൂറിനറി ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഭാഗമായാണ് ഉണ്ടാകാറ്. അടുത്ത ചോദ്യം, മൾബറി സ്റ്റോൺ refers to option A, calcium oxalate stone. Option B, uric acid stone. Option C, cystine stone. Option D, sandine stones. Right answer is option A, calcium oxalate stones. യൂറിനറി ട്രാക്ട് സ്റ്റോൺ ആയ കാൽഷ്യം ഓക്സാലേറ്റ് സ്റ്റോൺ ആണ് മൾബറി സ്റ്റോൺ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് വ്യൂവിൽ ഈ കാൽഷ്യം ഓക്സാലേറ്റ് സ്റ്റോൺ മൾബറി പോലെ ഇരിക്കുന്നതിനാലാണ് മൾബറി സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.